ഇന്ന് രാമനവമിയാണ്. മഹാവിഷ്ണുവിന്റെ 7ാം അവതാരമായ ശ്രീരാമന്റെ ജനനം ആഘോഷിക്കുന്ന ഉത്സവമാണ് രാമനവമി. ദശരഥന്റെയും കൗസല്യയുടെയും മകനായി അയോധ്യയിലാണ് ശ്രീരാമൻ ജനിച്ചത്. ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനം. അതുകൊണ്ട് തന്നെ ചൈത്രനവമി എന്നും രാമനവമി അറിയപ്പെടുന്നുണ്ട്. നീണ്ട 9 ദിവസത്തെ ചൈത്ര നവരാത്രി ആഘോഷങ്ങളിൽ വിവിധ മന്ത്രങ്ങൾ കൊണ്ട് പൂജകളും അർച്ചനകളും ഒക്കെ നടത്തുകയും ക്ഷേത്രങ്ങളും പരിസരങ്ങളും വളരെ വർണ്ണാഭമായി അലങ്കരിക്കുകയും ശ്രീരാമന്റെ ശിശുരൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ചൈത്രമാസത്തിന്റെ 9ാം ദിവസമാണ് രാമനവമി ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ ക്ഷേത്രങ്ങൾ ഭംഗിയായി അലങ്കരിക്കുന്നു. അമ്പലങ്ങളിൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കും. പൂർണ്ണമായ അനുഗ്രഹസിദ്ധിക്കായി 9 ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും ദിവസങ്ങളിലോ ഉപവാസം അനുഷ്ഠിച്ചു വരാറുണ്ട്. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ തുടങ്ങിയവരെ ഈ ദിനങ്ങളിൽ ധ്യാനിക്കുന്നതും രാമായണവും മറ്റു വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഏറെ നല്ലതാണെന്നാണ് വിശ്വാസം. ഭൂമിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും തിന്മയെ ഒഴിവാക്കി ദൈവികമായ ശക്തി പ്രവേശിക്കുന്ന സമയമായതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലേക്ക് ഒഴുകും എന്നാണ് പഴമക്കാരുടെ വിശ്വാസം. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശർക്കരയും കുരുമുളകും ഉപയോഗിച്ചുണ്ടാക്കുന്ന പാനകം എന്ന മധുരപാനീയം രാമനവമി ദിവസം തയ്യാറാക്കുന്നു. വൈകുന്നേരം വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ എല്ലാ പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെ വിശേഷമാണ്. ശ്രീരാമന്റെ ജന്മസ്ഥാനമായ അയോധ്യയിൽ അന്നേ ദിവസം ആയിരങ്ങൾ സരയൂ നദിയിൽ സ്നാനം ചെയ്യും. അതുകൂടാതെ തെലങ്കാനയിൽ ഭദ്രാചലം സീതാരാമചന്ദ്ര സ്വാമി ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രം. ഇവിടെയൊക്കെ രാമനവമിക്ക് വളരെ പ്രാധാന്യത്തോടെയാണ് ആചരിച്ചു വരുന്നത്. രാമനവമി നാളിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതിനുശേഷം രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും ആരാധിക്കുക. ആദ്യം കുങ്കുമം, വെണ്ണ, ചന്ദനം മുതലായവ കൊണ്ട് തിലകം ചാർത്തുക. അതിനുശേഷം അരിയും തുളസിയിലയും നിവേദിക്കുക. വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനും തുളസി വളരെ പ്രിയപ്പെട്ടതാണ്. ഇതിനുശേഷം പുഷ്പങ്ങൾ അർപ്പിക്കുക. തുടർന്ന് മധുരപലഹാരങ്ങൾ സമർപ്പിക്കുക, വെള്ളം സമർപ്പിക്കുക. അതിനുശേഷം നെയ്വിളക്കും കുന്തിരിക്കവും കത്തിക്കുക. ശ്രീരാമചരിതമാനസം, രാമരക്ഷാസ്തോത്രം അല്ലെങ്കിൽ രാമായണം എന്നിവ പാരായണം ചെയ്യുക. ആരതിയും മറ്റും ചെയ്ത പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യുക. നവമി ദിവസമായ ഇന്ന് അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ധർമ്മധ്വജം ഉയരുമെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ്. ഹനുമാൻ ജയന്തി ദിനമായ ഏപ്രിൽ 2-ന് ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുകളിൽ പതാക ഉയർത്തുമെന്നും അറിയിച്ചിരിക്കുന്നു. അതിന്റെ തുടർച്ചയായി മറ്റ് ക്ഷേത്രങ്ങൾക്ക് മുകളിലും പതാക ഉയരും എന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി ചമ്പത് റായ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.